എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ നമ്മുടെ ഗോക്കു അവനാണെങ്കിൽ ബാക്ക് ടു നോർമലായി ആ സിലിണ്ടർ തകർത്ത് പുറത്തേക്ക് വരികയാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ആ ഫ്രീസ അവനാണെങ്കിൽ ഇപ്പോഴും നിർത്താതെ വജീറ്റയെ ഇടിച്ചു കൊണ്ടേയിരിക്കുകയാണ്. വജീറ്റയാണെങ്കിൽ അവൻ്റെ ഇട്ടി കിട്ടി അങ്ങനെ പഞ്ചറാവും. വായിലൂടെ മൂക്കിലൂടെയും ബോഡിയിലൂടെയും ചോര തുളുമ്പി നിൽക്കും. ഫ്രീസയാണെങ്കിൽ പുറത്തേക്ക് വീണ അവൻ്റെ രക്തം അതങ്ങനെ നക്കിയെടുക്കുകയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അത് കണ്ട് നോക്കി നിൽക്കാനാവില്ല. ഗൊഹാനാണെങ്കിൽ ഫുൾ കലിപ്പിൽ അവൻ അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങും. പക്ഷെ പിക്കലോ ആണെങ്കിൽ അവനെ തടയാണ്. ഈ സമയത്ത് നീ എടുത്തു ചാടാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ അവസ്ഥ തന്നെ നിനക്കും നമുക്കും എല്ലാവർക്കും വരും. വളരെയധികം ബുദ്ധിപൂർവ്വം കൂടുതൽ ക്ഷമയോടും കൂടെ വേണം നമ്മളിത് ഹാൻഡിൽ ചെയ്യാനെന്ന് പറയും. ഇവിടെ വജീറ്റയ്ക്കാണെങ്കിൽ ഒന്ന് അനങ്ങാൻ പോലും കഴിയുന്നില്ല. അവനാണെങ്കിൽ ശ്വാസം എടുക്കാൻ പറ്റാതെ അവൻ ബുദ്ധിമുട്ടാണ്. അതിനോടൊപ്പം ഈസി ആണെങ്കിൽ നിർത്താതെ അവനെ തല്ലിക്കൊണ്ടേയിരിക്കും. ഇവിടെ നമ്മുടെ ഗോക്കു ആണെങ്കിൽ ഇപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ പുറത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഫ്രണ്ട്സ്, ഞാൻ അവിടേക്ക് വരാൻ പോവാണ്. ഒരല്പസമയം കൂടെ നിങ്ങൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് ഗോക്കു ആണെങ്കിൽ അവൻ്റെ ശരീരത്തേക്ക് നോക്കും. യെസ്, എനിക്കിപ്പോൾ എൻ്റെ ബോഡിയെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞ് പിക്കലോയെയും മൊട്ടപ്പനെയും എൻ്റെ മകൻ ഗൊഹാനെയൊക്കെ മനസ്സിലാലോചിച്ച് ഗോക്കു ആണെങ്കിൽ അവിടുന്ന് ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെയാണെങ്കിൽ അവനാണെങ്കിൽ നിർത്താതെ വജീറ്റയെ ഇടിച്ച് ദൂരെ ഒരു പാറയിലേക്ക് വലിച്ചെറിയും. ഗൊഹാനാണെങ്കിൽ ഫുൾ കലിപ്പിൽ പല്ല് കടിച്ച് അത് നോക്കി നിൽക്കും. വജീറ്റയ്ക്കാണെങ്കിൽ അനക്കമില്ല. അവൻ്റെ ദേഹത്തേക്ക് ഒരുപാട് പാറ കഷ്ണങ്ങൾ വന്ന് വീഴുകയാണ്. ഫ്രീസയ്ക്കാണെങ്കിൽ അവൻ്റെ ദേഷ്യവും പകയും അത് അടക്കാനായിട്ട് കഴിയില്ല. വജീറ്റയുടെ ദേഹത്ത് കൊണ്ടൊരു കല്ലിൽ അവൻ ഫുൾ പവർ കൊടുത്ത് അങ്ങനെ അമർത്തുകയാണ്. ആ കല്ലങ്ങനെ അവൻ്റെ ബോഡിയിൽ അമർന്നിറങ്ങും തോറും വേദന കൊണ്ട് വജീറ്റ പൊളയും. നിന്റെ കഥ ഇവിടെ അവസാനിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഫ്രീസയാണെങ്കിൽ വലിയൊരു പവർ എടുത്ത് വജീറ്റയെ അറ്റാക്ക് ചെയ്യാനായിട്ട് ആഞ്ഞടുക്കും. അടുത്ത നിമിഷം അവിടേക്ക് വലിയൊരു പവർ വന്ന് വീഴുകയാണ്. ഫ്രീസയും നമ്മുടെ ആൾക്കാരും എല്ലാവരും ആ ശബ്ദം കേട്ട് ഞെട്ടി ആ ഭാഗത്തേക്ക് നോക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ ഗോക്കു. ഗോക്കുവിനെ കണ്ട് അവരാണെങ്കിൽ അത്ഭുതപ്പെടുകയാണ്. ഗോക്കു ആണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വരും. ഓ, നിങ്ങൾ ഞാൻ വരുന്നത് വരെ ഒരുപാട് കഷ്ടപ്പെട്ട് പോരാടിയല്ലേ പിക്കലോ. നിന്റെ പവർ എനിക്ക് സെൻസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. പക്ഷെ നീ ഇത്രയധികം ഡെവലപ്പായെന്ന് ഞാൻ കരുതിയിരുന്നില്ല. മാത്രമല്ല ആ ഡ്രാഗൺ ബോളിലൂടെ നീ തിരികെ വന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഫ്രണ്ട്സുകളെയും തിരികെ പിടിക്കാൻ വലിയ പ്രയാസം ഉണ്ടാവും തോന്നുന്നില്ല. ഗൊഹാൻ, എനിക്ക് നിന്നെ ഓർക്കുമ്പോൾ ഒരുപാട് അഭിമാനം തോന്നുന്നു. നീ എൻ്റെ മകൻ തന്നെയാണ്. എല്ലാ സ്വഭാവ സവിശേഷതകളും നിന്നിലുണ്ട്. നിന്റെ ഈ ഡെവലപ്മെൻറ്റും കഷ്ടപ്പാടും ഹാർഡ് വർക്കൊക്കെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷവും ഒരുപാട് അഭിമാനവും ഉണ്ടെന്ന് പറഞ്ഞ് അവൻ്റെ തലയിൽ തലോടും. നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, അവൻ്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. പിക്കലോ ആണെങ്കിൽ ഗോക്കുവിനോട് പറയും, അത്ര എളുപ്പമല്ല, അവൻ വളരെ പവർഫുൾ ആണ്. വെജിറ്റയെ പോലും അവൻ സെക്കൻഡുകൾ കൊണ്ട് തോൽപ്പിച്ചു. ഗോക്കു ആണെങ്കിൽ എനിക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് അവൻ്റെ പവർ റിലീസ് ചെയ്ത് അങ്ങനെ കടന്നു പോകും. മൊട്ടപ്പനാണെങ്കിൽ ഭയങ്കര സംശയം, നീ ഞങ്ങളുടെ ഗോക്കു തന്നെയാണോ? നിനക്ക് ഒരുപാട് പവർ ഉണ്ട്, ഞങ്ങൾക്ക് ഇത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. പിക്കലോയും ഇപ്പോൾ അവൻ്റെ പവർ സെൻസ് ചെയ്യും. അതെ, മൊട്ടപ്പൻ പറഞ്ഞ കാര്യം തന്നെയാണ്, അവനിപ്പോൾ ഒത്തിരി പവറുണ്ട്. ഭൂമിയിൽ വെച്ച് കണ്ട ഗോക്കു ആണെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. ഇവിടെ ഗോക്കു ആ ഫ്രീസയുടെ അടുത്തേക്ക് വരും. ഓ, നീയാണല്ലേ ഫ്രീസ, നീ ഇത്ര ചെറുതായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഓക്കെ, കുഴപ്പമില്ല. വജീറ്റയെ ഞാനുമായിട്ട് ഒരു ചെറിയ കടം ഭൂമിയിൽ വെച്ച് ബാക്കിയുണ്ട്. സോ വജീറ്റയെ അവനെ വെറുതെ വിട്ടേക്ക്, നീ എന്നോട് പോരാട്. അതിനുശേഷം നീ വജീറ്റയെ നശിപ്പിക്കാൻ ശ്രമിക്കുക. ഗോക്കുവിനെ കണ്ട് ഇപ്പൊ നമ്മുടെ വജീറ്റ അവൻ ശ്വാസം വലിച്ചു വിടും. നീ കറക്റ്റ് സമയത്ത് തന്നെ എത്തി കാക്കരോട്ട്, എനിക്കിപ്പോ നിന്റെ സഹായം ആവശ്യമാണ്. അത് കേട്ട് ഫ്രീസ ആണെങ്കിൽ ഷോക്കാവും. ഇവൻ കാക്കരോട്ടാണോ? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഫ്രീസയാണെങ്കിൽ ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. ഫ്ലാഷ് ബാക്കിൽ ഗോക്കുവിന്റെ ഫാദറും ഫ്രീസയും ചേർന്ന് ഫ്രീസയും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം. ഗോക്കുവിന്റെ ഫാദർ ആണെങ്കിൽ വലിയൊരു പവർ അത് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഫ്രീസിന്റെയും കാക്കരോട്ടിന്റെയും ഗ്രഹം നീ നശിപ്പിച്ചു കളഞ്ഞു. പക്ഷേ ഫ്രീസ ഇത് നിന്റെ അവസാനമാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ വലിയൊരു പവർ അത് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അത് കാണേണ്ട താമസം ഇവിടെ ഫ്രീസ അവൻ അതിലും വലിയൊരു പവർ ക്രിയേറ്റ് ചെയ്ത് അവനെ അറ്റാക്ക് ചെയ്യും. ആ രണ്ട് പവറുകളും അങ്ങനെ കൂട്ടിയിടിക്കുകയാണ്. ആ ഒരു വലിയ പവർ വിഴുങ്ങി ഫ്രീസയുടെ വലിയ പവർ ഇപ്പോൾ ഗോക്കുവിൻ്റെ ഫാദറിനെയും അവിടെ ഉണ്ടായിരുന്നവരെ എല്ലാവരും നശിപ്പിച്ച് കളയാണ്. ആളാണെങ്കിൽ അവസാന സമയം കാക്കരോട്ട് ഉച്ചത്തിൽ വിളിച്ചു പറയും. ഫ്രീസയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഇപ്പോൾ ഗോക്കുവിനോട് പറയും, ഓ, കാക്കരോട്ട് ഫാമിലിയിൽ ഇങ്ങനെ ഒരാളുണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. ഓക്കെ, എല്ലാ സയാൻസിനെയും കൊല്ലേണ്ട സമയം അത് വന്നിരിക്കുകയാണ്. എന്നോട് പോരാടാനാണോ നിന്റെ തീരുമാനം? അതല്ല, നിനക്ക് ജീവനാണ് വേണ്ടതെങ്കിൽ മാപ്പ് പറഞ്ഞ് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്. അതിന് ഗോക്കു ആണെങ്കിൽ ക്യാഷായിട്ട് പറയും, പോരാടാൻ ഞാൻ തയ്യാറാണ്. ചിന്ന ചെയ്യാൻ വജീറ്റ ആണെങ്കിൽ ഇപ്പോൾ ഗോക്കുവിനെ നോക്കും. ഞാനിവനെ ആദ്യം കണ്ടതുപോലെയല്ല, ഇപ്പോൾ ഇവൻ്റെ പവർ ഒരുപാട് കൂടുതലാണ്. പക്ഷേ ആ പവർ പോലും അവൻ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി എൻ്റെ ഏക പ്രതീക്ഷ അത് ഈ കാക്കരോട്ടിലാണ്. അടുത്ത നിമിഷം ഇവിടെ ഫ്രീസയും
ഗോക്കു. അവർ രണ്ടുപേരും ഫൈറ്റ് ആരംഭിക്കുകയാണ്. ഞൊട്ടിയടയിൽ ഫൈറ്റ് ചെയ്ത് രണ്ടുപേരും രണ്ട് ഭാഗത്തേക്ക് പോകും. ഫ്രീസ ആണെങ്കിൽ അവന്റെ മുഖത്ത് കൈവെക്കും. അവന്റെ മുഖത്ത് ഒരു പഞ്ച് കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ വണ്ടടിക്കും. ഗോക്കു അവനെ അറ്റാക്ക് ചെയ്തോ അത് കാണാൻ പോലും കഴിഞ്ഞില്ല. ആണെങ്കിൽ അവന്റെ പവർ കണ്ട് ഷോക്ക് ആവുകയാണ്. ആ സമയം ഫ്രീസ ആണെങ്കിൽ വീണ്ടും ഇപ്പൊ ഗോക്കുവിന് നേരെ കൈ ചൂണ്ടും. ഒട്ടപ്പം വിളിച്ചു പറയും, ഗോക്കു അവിടുന്ന് തെന്നി മാറ്, അവൻ നിന്നെ ഇല്ലാതാക്കും. അത് കേട്ട് പിക്കലോ ആണെങ്കിൽ ഇപ്പോ ഗൊഹാനെയും മൊട്ടപ്പനെയും അവർ രണ്ടുപേരെയും അവിടെ തട്ടിത്തെറിപ്പിക്കും. ഫ്രീസ ആണെങ്കിൽ ഇപ്പൊ ഗോക്കുവിനെ അറഞ്ചം പുറഞ്ച് അറ്റാക്ക് ചെയ്യും. അതിന് ഗോക്കു ആണെങ്കിൽ അവന്റെ ഒരു കൈ മാത്രം നീട്ടിക്കൊണ്ട് ആ അറ്റാക്കുകളെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്യാണ്. നമ്മുടെ ആൾക്കാരെല്ലാവരും ശ്വാസം അടക്കി പിടിച്ച് ആ ഒരു കാഴ്ച കാണും. ഒരുപാട് നേരത്തെ അവന്റെ പോരാട്ടത്തിന് ശേഷം അവൻ ആ ഒരു അറ്റാക്ക് അവസാനിപ്പിക്കും. ഗോക്കു ആണെങ്കിൽ വെറും അവന്റെ ഒറ്റ കൈകൊണ്ട് അതെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഫ്രീസയ്ക്കാണെങ്കിൽ അട്ടികെട്ടിയ പോലെ ഫീൽ ചെയ്യും. ഓ നോ, ഞാൻ ഇത്രയധികം പവർ നല്ല സ്ട്രെങ്ത് കൊടുത്ത് ഉപയോഗിച്ചിട്ടും അവൻ ഒറ്റ കൈകൊണ്ട് അതെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്തു. ഒരു അറ്റാക്ക് പോലും അവന്റെ ദേഹത്ത് ടച്ച് പോലും ചെയ്തിട്ടില്ല. ഇവിടെ എന്താ നടക്കണേ? ശരിക്കും ഇവന് ഇത്രയും പവർ ഉണ്ടോ? ആണെങ്കിൽ അത്രയും കാര്യങ്ങൾ ചിന്തിച്ച് ഗോക്കുവിനെ തന്നെ നോക്കുകയാണ്. അവന്റെ മുഖഭാവം കണ്ട് ഇപ്പൊ വെജിറ്റ ആണെങ്കിൽ പൊട്ടിച്ചിരിക്കും. അതിനുശേഷം ഫ്രീസയോട് പറയും, നീ നിന്റെ പവർ വെറുതെ കൺട്രോൾ ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. നീ ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നത് സയാൻസിലെ ഏറ്റവും പവർഫുള്ളായ ഒരു സയാനോടാണ്. കാക്കറോട്ടിന് അത്രയും പവർ ഉണ്ട്. അത് കേട്ട് ഇപ്പൊ ഫ്രീസ ഷോക്കാവും. അല്പം കൂടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ യഥാർത്ഥ പവർ നിനക്ക് അവൻ കാണിച്ചു തരുന്നു പറയും. അത് കേട്ട് ഇപ്പൊ ഫ്രീസയുടെ കൺട്രോൾ പോവും. അവനാണെങ്കിൽ അവന്റെ ഉപയോഗിച്ച് ഫ്രീസയെ ആഞ്ഞടിക്കുകയാണ്. ആ ഒരു അടിയിൽ ഫ്രീസ കംപ്ലീറ്റ് ആയിട്ട് നോക്ക് ഡൗൺ ആവും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഭയപ്പെടും. ഇവിടെ ഗോക്കുനാണെങ്കിൽ അത് കണ്ട് ദേഷ്യം കൂടും. അൺബിലീവബിൾ, നീ എന്തിനാ അവനെ അപ്രകാരം ചെയ്തത്? അവൻ നിന്നോട് ഫൈറ്റ് ചെയ്തിട്ടില്ല. അവൻ മൃതപ്രാണനായി കിടക്കുകയായിരുന്നു. പക്ഷെ നീ വെറുതെ അറ്റാക്ക് ചെയ്തു. ഞാൻ കരുതിയതിലും ഒരുപാട് ബാഡാണ് നീ. വെജിറ്റ ആണെങ്കിൽ അവന്റെ അവസാനത്തെ മൊമെന്റിൽ ഗോക്കുവിനോട് പറയും, നീ ഒരു കാരണവശാലും നിന്റെ മനസ്സിൽ ദയ, അനുകമ്പ അതൊന്നും വെക്കാനായിട്ട് പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് നിന്റെ ഫുൾ പവറിൽ അവനെ അറ്റാക്ക് ചെയ്ത് തോൽപ്പിക്കാനാവില്ല. ഒരു സൂപ്പർ സയനായി മാറാൻ നിന്നെ കൊണ്ട് കഴിയില്ല. സോ അതെല്ലാം തന്നെ ഇപ്പൊ തന്നെ നീ വലിച്ചെറിയണം. അതിനുശേഷം അവനുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവനുമായിട്ട് പോരാടി അവനെ തോൽപ്പിക്കണം. അത് കേട്ട് ഗോക്കു ആണെങ്കിൽ ഷോക്കാവും. ഒരു സെക്കൻഡ് അവർ ഫൈറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം അവന്റെ മനസ്സിലൂടെ കടന്നു പോകും. എന്നെ കൊണ്ട് പറ്റില്ല നിന്നെ പോലെ കരുണയില്ലാതെ ഒരാളോട് പെരുമാറാനായിട്ട്. എൻ്റെ ഉള്ളിൽ കരുണ, ദയ അങ്ങനത്തെ ഫീലിങ്സ് ഒക്കെ തന്നെ ഉണ്ട്. പക്ഷെ നീ പറഞ്ഞ സൂപ്പർ സയാൻ അതാവാനായി എൻ്റെ മാക്സിമം തീർച്ചയായിട്ടും ഞാൻ കൊടുക്കും. അത് കേട്ട് ഇപ്പൊ വെജിറ്റ ആണെങ്കിൽ ഫ്ലാഷ് ബാക്ക് കാര്യങ്ങൾ ആലോചിക്കുകയാണ്. അവരെല്ലാവരും ചേർന്ന് ഓരോ ഗ്രഹങ്ങൾ ഇല്ലാതാക്കിയതും അവസാനമായിട്ട് ഫ്രീസയായിട്ട് ഏറ്റുമുട്ടിയതും ആ കാര്യങ്ങളെല്ലാം തന്നെ അവന്റെ മനസ്സിലേക്ക് കടന്നു വരും. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. വെജിറ്റ ആണെങ്കിൽ കാക്കറോട്ടിനോട് പറയും, നീ എല്ലാ കാര്യങ്ങളും അറിഞ്ഞേ പറ്റൂ. ആക്ച്വലി നമ്മുടെ ആ ഗ്രഹം നശിച്ചത്, നമ്മുടെ ആ ഗ്രഹം അത് നശിച്ചു പോയത് ഒരു പൊട്ടിത്തെറിയിലൂടെ അല്ല. അത് നശിപ്പിച്ചത് ഈ ഫ്രീസയാണ്. അത് കേട്ട് ഫ്രീസയാണെങ്കിൽ അവനെ പരിഹസിക്കും. അത് വെറുതെ ആവശ്യമില്ലാതെ സംസാരിക്കാതെ അവനെ ഫൈറ്റ് ചെയ്യാനായിട്ട് എൻ്റെ അടുക്കലേക്ക് പറഞ്ഞയക്ക്. ഇറ്റാണെങ്കിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. ഫ്രീസയും നമ്മളും എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. പക്ഷേ അവൻ നമ്മളെ എല്ലാവരെയും ചതിച്ചു. എൻ്റെ അച്ഛനെയും അമ്മയും നിന്റെ അച്ഛനെയും അമ്മയും അവരെ ഇല്ലാതാക്കിയത് ഈ ഫ്രീസയാണ്. അവൻ ഒരു കാരണവശാലും വിശ്വസിക്കാനായിട്ട് പാടില്ല. അവൻ ഞങ്ങളെ ഒരു അടിമയാക്കി വെച്ചിരിക്കുകയായിരുന്നു. നമുക്ക് വേണ്ടി, നമ്മുടെ വംശത്തിന് വേണ്ടി നീ അവനെ ഇല്ലാതാക്കണം. അവന്റെ ലക്ഷ്യം സൂപ്പർ സയൻ ഉണ്ടാവാൻ പാടില്ല എന്നതായിരുന്നു. പക്ഷേ ആ ലക്ഷ്യം നടന്നില്ല, നടക്കാനും പോകുന്നില്ല. ഇപ്പൊ നീ ആ ലക്ഷ്യം നിറവേറ്റാനായി ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. നിന്നെ കൊണ്ട് മാത്രമേ ഫ്രീസ ഇല്ലാതാക്കാൻ പറ്റൂ. നോക്കുവാണെങ്കിൽ ഇപ്പൊ വെജിറ്റയെ നോക്കും. നീ ഒരുപാട് വേദനിച്ചു എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് നീ എന്നോട് ബെഗ് ചെയ്തത്. നിന്റെ അവസാന വാക്കുകൾ അതെനിക്ക് മറക്കാനായിട്ട് കഴിയുന്നില്ല. നിന്റെ കണ്ണുനീരിന് ഒരിക്കലും വിലയില്ലാതാവില്ല. കട്ട് ചെയ്താ ഇവിടെ കിങ് കായ കാണിക്കും. കിങ് ആണെങ്കിൽ ഇപ്പൊ ബാക്കിയുള്ളവരോട് പറയും, ആ ഫ്രീസ ചതിയിലൂടെ വെജിറ്റയെ ഇല്ലാതാക്കി. ഇപ്പൊ ഗോക്കുവും ടീമും ആ ഫ്രീസയോട് പോരാടാൻ ശ്രമിക്കുകയാണ്. ഫ്രീസയുടെ അസിസ്റ്റന്റ് ആയിട്ട് ഒരുപാട് കാലം വെജിറ്റ ജീവിച്ചതാണ്. അതൊന്നും ഓർക്കാതെ ചതിയിലൂടെയാണ് ഫ്രീസ വെജിറ്റയെ തോൽപ്പിച്ചത്. ഗോക്കുവാണെങ്കിൽ അവിടെ വലിയൊരു കുഴിയുണ്ടാക്കി ഇപ്പൊ വെജിറ്റയുടെ ബോഡി അതിലേക്ക് നിക്ഷേപിക്കുകയാണ്. സത്യത്തിൽ എനിക്ക് നിന്നോട് ഒരുപാട് വെറുപ്പും ദേഷ്യവും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് നിന്നോട് ബഹുമാനം തോന്നുകയാണ്. നമ്മുടെ വംശത്തിനു വേണ്ടി നീ ജീവൻ കൊടുത്തും പോരാടി. ഒരു കാരണവശാലും നിന്റെ ജീവന്റെ വില അത് വെറുതെ ആയി പോവില്ല എന്ന് പറഞ്ഞ് ഗോക്കു ആണെങ്കിൽ അവന്റെ ആ കുഴി മൂടും. നാമഗ്രഹത്തിനു വേണ്ടി, ഭൂമിയിലുള്ളവർക്ക് വേണ്ടി, സയാൻ വംശജർക്ക് വേണ്ടി, അവർക്കെല്ലാവർക്കും വേണ്ടി ഫ്രീസ നിന്നെ ഞാൻ നശിപ്പിക്കും. അത് കേട്ട് ഫ്രീസ ആണെങ്കിൽ സിമ്പിളായിട്ട് പറയും, നിന്റെ പവറും അറ്റാക്കും കാണാൻ തന്നെയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.